ഇനിയോ വേറെ ചില ആൾക്കാര് അതിനേക്കാൾ രസം, ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നിതോ ചിലർ. എന്ത്? കുടുംബം പുലർത്താൻ ശാന്തി ചെയ്യാൻ പോവാം, അമ്പലത്തിൽ പൂജയ്ക്ക് പോവാം. അമ്പലത്തിൽ പൂജ ഉപജീവനമാർഗമായി. ശാന്തി ചെയ്ത് പുലർത്തുവാൻ, കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട്. ശാന്തി വൃത്തിയാണ് ചില ആൾക്കാർക്ക്. അതിനു വേണ്ടിയിട്ട് പകൽ മുഴുവൻ കഷ്ടപ്പെടുന്നു. ഒരമ്പലത്തിൽ പോയിട്ടുള്ള വരുമാനം പോരെങ്കിൽ 4 അമ്പലത്തിൽ പോയി, അല്ലേ? ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഉപാധിയാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധനയാണ്, ഉപായമാണ് ഈശ്വര പൂജ, അല്ലേ? ഈശ്വര പൂജ കൊണ്ടാണ് രാമകൃഷ്ണദേവൻ ഈശ്വര സാക്ഷാത്കാരം നേടിയത്. കേവലം പൂജ ചെയ്ത് അമ്മയെ പൂജിച്ച് അമ്മയെ പ്രത്യക്ഷമായി കണ്ടു, അല്ലേ? പൂജ ഉപജീവന മാർഗാവരുത്. നമ്മളോട് എന്താ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയണത്? വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ്, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മമായാലും ആ കർമ്മങ്ങളെയൊക്കെ ഈശ്വര പൂജയായി ചെയ്യൂ, ഈശ്വര പൂജ ഭാവത്തിൽ ചെയ്യൂ എന്നാ പറയണത്. ശരിയല്ലേ? യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ. നിങ്ങളുടെ കടമകളായിട്ട്, കർത്തവ്യങ്ങളായിട്ട് എന്തെന്ത് കർമ്മങ്ങൾ നമുക്ക് ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാണ്ടോ അതെല്ലാം ഈശ്വര പൂജ എന്ന ഭാവത്തോടു കൂടി അനുഷ്ഠിക്കൂ എന്നാണ്. ഇവിടെ പൂജ തന്നെ വെറും ഉപജീവനത്തിനുള്ള ജോലിയായി അനുഷ്ഠിച്ച് അങ്ങനെ ഉണ്ടാവും. അപ്പോ നോക്കൂ, ഇത് ഇന്ന് എത്ര പച്ചയായിട്ടുള്ള കാര്യം. ഇതൊക്കെ പൂന്താനം ത്രികാലജ്ഞാനി അല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഋഷിയല്ല എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം ഇതൊക്കെ നടക്കാൻ പോണതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടല്ലേ എഴുതി വെച്ചേക്കണത്? ഈശ്വര പൂജയാണ് ഏത് പ്രവൃത്തി. ജീവിതം തന്നെ ഈശ്വര ആരാധനയാവണം. ജീവിത ലക്ഷ്യമേ ഈശ്വരപ്രാപ്തി ആയതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ ഭാവന. അതൊന്നുമില്ലെങ്കിലോ, അതും ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി, ഈശ്വരഭക്തി ഉണ്ടാവാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള, ചിത്തശുദ്ധിക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഈശ്വര പൂജ, ഇഷ്ടദേവത ആരാധന. അതും നാം വിറ്റ് കാശാക്കും എന്നർത്ഥം. ഇങ്ങനെ പോകുന്നു ജീവിതം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയാകണം? ഒരു മഹാത്മാവ് ഇങ്ങനെ പോവായിരുന്നു, സഞ്ചാരിയായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു മഹാത്മാവ്. അങ്ങനെ പോണ സമയത്ത് വലിയൊരു മല, ആ മലയുടെ ചോട്ടില് കുറെ ആൾക്കാർ നിന്ന് അധ്വാനിക്കുന്നുണ്ട്. ചില ആൾക്കാർ മണ്ണ് വെട്ടുണ്ട്, ചില ആൾക്കാർ കല്ല് വെട്ടുണ്ട്, ചില ആൾക്കാർ ഇങ്ങനെ പല കുസ്തൃതകൃതിയായിട്ട് വലിയ ഉത്സാഹമായിട്ട് പണി നടക്കണം. അപ്പോൾ കുറെ ആൾക്കാരവിടെ കല്ല് വെട്ടുണ്ട്. ആ കല്ല് മുറിക്കുന്ന ഒരാളെടുത്ത് ചെന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങളെല്ലാവരും കൂടി ഇത്ര ഉത്സാഹമായിട്ട് ഈ ജോലിയിലൂടെ ഏർപ്പെട്ടിരിക്കണമല്ലോ, എന്താ ഉദ്ദേശം? എന്തിനായി കല്ല് മുറിക്കണേ? അപ്പം അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഒന്ന് പോകൂ മനുഷ്യ, എൻ്റെ ഉപജീവന മാർഗമാണത്. വൈകുന്നേരം വരെ കല്ല് വെട്ടിയാൽ എനിക്ക് ഇത്ര ഉറപ്പ് കിട്ടും. ഇത് കൊണ്ടുപോയിട്ട് വേണം എൻ്റെ ഭാര്യയും കുട്ടികളെയും എനിക്ക് പുലർത്താൻ. അയാൾ കല്ല് മുറിക്കണതിന് അയാളുടെ ഉപജീവന മാർഗമാണ്. അയാളുടെ കൂലിക്ക് വേണ്ടി അയാൾ ജോലി ചെയ്യണു, അയാളുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട്. അദ്ദേഹം നടന്ന് അപ്പുറത്ത് നിന്നപ്പോൾ ഒരു മനുഷ്യൻ ഇതുമാതിരി കല്ല് വിട്ടുണ്ട്. കുറച്ച് നേരം നോക്കിയിരുന്നു. ഇനി അയാളോട് ചോദിച്ചാൽ ഇയാൾ മെക്കെട്ട് കയറിയാലോ, ചാടി കളിച്ചാലോ എന്ന് വെച്ചിട്ട് മിണ്ടാണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ആ കല്ല് വെട്ടണ പണി നിർത്തിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഓ മഹാത്മൻ, അങ്ങനെ എവിടെ പോണു? ഞാനിങ്ങനെ തീർത്ഥാടനമായിട്ട് പോവുക. നിങ്ങളൊക്കെ എന്താ അവിടെ ചെയ്യണേ? അതോ സന്തോഷമായിട്ട് ആവേശത്തോടെ പറയാ, ഈ മലയുടെ മുകളിൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം പണിയാ. ഈ നാട്ടുകാരുടെ എത്ര കാലത്തെ അഭിലാഷമാണ്. പഴനി മലയിൽ പോലെ ഈ മലയുടെ മുകളിൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം പണിയുന്ന ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുക ഞങ്ങളെന്ന്. ഞങ്ങൾക്ക് ആ ക്ഷേത്രം പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇയാളും കൂലി, വൈകുന്നേരം വരെ കല്ല് വെട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന കൂലിയാണ്. ആ കൂലി കൊണ്ടുപോയിട്ട് വേണം അയാൾക്കും കുടുംബം പുലർത്താൻ. പക്ഷെ അയാളുടെ കാഴ്ചപ്പാടെന്താ? ഞാൻ ഈ നാട്ടുകാരുടെ ചിരകാലാഭിലാഷമായ ക്ഷേത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന്. ആ ക്ഷേത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കാനുള്ള ഭാവത്തോടു കൂടിയാണ് അയാൾ കല്ല് വെട്ടണത്. അയാൾക്കും കല്ല് വെട്ടിയാൽ കിട്ടുന്ന കൂലി മറ്റേയാൾക്കും കിട്ടും. രണ്ടുപേർക്കും അതുകൊണ്ട് കുടുംബം കഴിയാം. പക്ഷെ ഭാവനയിൽ വ്യത്യാസമുണ്ടോ? ഒരാൾക്ക് ഇതൊരു വലിയ സാധ്യതയാണ്. താൻ കല്ല് വെട്ടണമെന്നേ തോന്നണില്ല, അതിന്റെ ക്ലേശം അറിയണില്ല. അത് ആനന്ദ തിമിർപ്പാണ്, ഉത്സാഹമാണ്, ആഘോഷമാണ്. ശരിയോ? മറ്റവനോ വേറെ ഒരു ഗത്യന്തരമില്ലാതെ, വഴിയില്ലാതെ, ഉപജീവന മാർഗം വേറെ വഴിയില്ലാതെ കല്ല് വെട്ടണം. നമ്മുടെ പലരുടെയും ജീവിതവും പ്രവൃത്തികളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോര നീരാക്കി പണിയെടുക്കുന്നുണ്ട്. കർമ്മം കർമ്മം കർമ്മം. നമ്മുടെ കർമ്മം ഈ ആദ്യത്തെ കല്ലുവെട്ടിയുടെ പോലെയാണോ അതോ രണ്ടാമത്തെ കല്ലുവെട്ടിയുടെ മാതിരിയാണോ? സ്വയം ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ പണിയെടുക്കണ്ട, രാവും പകലും പണിയെടുക്കുക, അല്ലേ? നമുക്കുണ്ടാവും കുടുംബം, പുലർത്തേണ്ട കുടുംബം ഉണ്ടാവാം. പുലർത്തിക്കോളൂ, ആര് പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ എന്തുകൊണ്ട് ഭാവന, കാഴ്ചപ്പാടൊന്നും മാറ്റിക്കൂടാ? ഇതേ ലോകത്തിൽ തന്നെ എല്ലാ സ്വന്തം മഹാത്മാക്കളും ജീവിച്ചത്, അല്ലേ? ഈ ലോകത്തിൽ തന്നെ അവരൊക്കെ കർമ്മം ചെയ്തത്. പക്ഷെ അവരുടെ കാഴ്ചപ്പാടെന്താ? സർവേശ്വരനെ ആരാധിക്കുന്നു എന്നാ ഭാവന. മനസ്സിലായോ? ഈശ്വര പൂജ ചെയ്യാൻ ഒന്നാന്തര അവസരം കിട്ടിയെന്നർത്ഥം. ലോകസംഗ്രഹം എന്ന മഹാസങ്കല്പത്തോടു കൂടിയാണ് അവരൊക്കെ ചെയ്തത്. ലോകമംഗളം എന്ന് നോക്കൂ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട്. ഇപ്പൊ ശാന്തി എന്ന് വെച്ചാൽ വേഗം പൂജ എന്ന് മാത്രം തീർക്കണ്ട. ഏത് കർമ്മം?
ഈ ഭാവനയോടുകൂടി ചെയ്യൂ. അപ്പൊ ഏത് കർമ്മവും ഒന്നാം തരം ഈശ്വര പൂജയായി. വാസനാക്ഷയത്തിന്, മനഃശുദ്ധിക്ക്, ഈശ്വര ഭക്തി ഉണ്ടാവാൻ, ഈശ്വരനിൽ മനസ്സുറയ്ക്കാൻ, ശാശ്വത സുഖത്തിന്, മോക്ഷത്തിന്റെ മാർഗമായില്ലേ? അതാ നമ്മളോട് പറയണത്. ഇനി വേറെ ചില ആൾക്കാരെ നോക്കണേ, ഈ സംസാരത്തെ, ഈ പ്രാപഞ്ചിക ജീവിതത്തെ പച്ചയായിട്ടൊന്ന് കാണിച്ചു തരാം. ഈ ലോകത്തിലെ ഓരോരുത്തരുടെ ജീവിതം നോക്കൂ. ചിലര് അധികാരഭ്രമത്തിന്റെ പുറകെ, അധികാര സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ചിലർ പണത്തിന്റെ പുറകെ, ചിലര് സ്ത്രീകളുടെ പുറകെ, ചില ആൾക്കാർ വേറെ ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ കാണിച്ചു നടക്കുക. വേറെ ചില ആൾക്കാർ ഇങ്ങനെ. ഇനിയോ ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയാലും അവരവരുടെ കടമകൾ നിർവഹിക്കാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഭക്തന്മാര്. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. നമ്മുടെ കടമയാണ് ജന്മം തന്ന പെറ്റമ്മയെയും ജന്മം തന്ന അച്ഛനോടും ഉള്ള കടം നമ്മൾ മരിച്ചാലും വിടില്ല എന്നറിയണേ. നമുക്ക് ജന്മം തന്ന മാതാവിനോടും പിതാവിനോടുള്ള കടം നമ്മൾ എന്ത് കൊടുത്താലും എന്ത് ചെയ്താലും അവസാനിക്കില്ല. എത്ര ഉന്നതനാവട്ടെ ആ മകൻ, മക്കള്, അപ്പൊ എത്ര കേമനാവട്ടെ മക്കള്, അച്ഛനോടും അമ്മോടും എന്നും നമ്മൾ കടപ്പെട്ടവരല്ലേ ആവണ്ടേ. പക്ഷേ ആ അച്ഛനും അമ്മയും നോക്കാത്ത ദുഷ്ടന്മാരായ മക്കളില്ലേ, അച്ഛനും അമ്മയ്ക്കും ഈവൻ ഭാര്യയ്ക്കും അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച ആ ഭാര്യയെ നോക്കണില്ല. ആ ഭാര്യയെ അപ്പം കണ്ടു, പിന്നെ വേറെ ഭാര്യമാരെടുത്ത ഇങ്ങനെയുള്ള ആൾക്കാരില്ലേ പറയാ. ഇതൊക്കെ ഇന്ന് ഇതൊരു പുരുഷല്ല ആണോ? ഇതൊക്കെ പൂന്താനം എഴുതുമ്പോൾ ഇതൊക്കെ വളരെ അപൂർവ, വളരെ പാപമായിട്ടൊക്കെ പറഞ്ഞേക്കണേ. ഇതൊക്കെ സംസ്കാര ശൂന്യന്മാരുടെ സ്വഭാവമായിട്ടാണ് പറഞ്ഞേക്കണേ. ഇന്ന് നമുക്കിതൊന്നും കേൾക്കുമ്പോൾ ഒരു പുതുമയായിട്ട് തോന്നണേ ഇല്ല. നൃത്തം ഒരാൾക്ക് കുറെ ഭാര്യമാരില്ലെങ്കിലും ആശ്ചര്യം അല്ലേ? ഇങ്ങനെയാണ് ആൾക്കാർ പറയാ. എന്തായി പറയണേ? അച്ഛനും അമ്മയും നോക്കിയാൽ ആശ്ചര്യം, അയ്യ അല്ലേ? ഇതാണ് അത്ഭുതം. അച്ഛനും അമ്മയും ഓൾഡ് ഏജ് ഹോമിലെ അച്ഛനും അമ്മയും നോക്കണം. ഇന്നത്തെ ട്രെൻഡ് എന്താ? അച്ഛനും അമ്മയും ഇരിക്കുമ്പോൾ തന്നെ അവരുടെ സ്വത്തൊക്കെ എഴുതി വാങ്ങുക, എന്നിട്ട് അവരെ വഴിയാധാരാക്കുക. ചിലർ പന്ത് കടണമായി തട്ടുക. അതേ, ഒന്നിലധികം മക്കളുണ്ടായാൽ എന്താ ഇവിടെ കുട്ടികൾക്ക് നല്ല ഭാഷ പറയാം. കുട്ടികൾക്ക് പരീക്ഷയാ, അവിടെ പൊക്കോളൂ അല്ലേ? കുറച്ച് ദിവസം ബോംബെയിൽ, കുറച്ച് ദിവസം മദ്രാസിൽ, ഇങ്ങനെ. എനിക്കറിയാം എത്ര ആൾക്കാരറിയാമോ. സന്തോഷം കൊണ്ട് പോവല്ലേ അവര്. അവർക്ക് ഈ മകളുടെ അടുത്ത് ഇരിക്കാനായിരിക്കും ആഗ്രഹം. പക്ഷെ ഇവരൊക്കെ അവരെ ഇഷ്ടമില്ല. ഇവരെന്താ ഞാൻ തന്നെ നോക്കണേ? അവളും മക്കളല്ലേ, ഞാൻ തന്നെ നോക്കണേ? ഞാനൊരു ലയബിലിറ്റി ആവും, അവർ നോക്കട്ടെന്ന് ഇങ്ങനെ പറയാ. ആ മാതാപിതാക്കന്മാരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുണ്ടായിട്ടെന്താ കാര്യം? ആ ശാപം തീരുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ എത്ര കേമന്മാരാവട്ടെ, നാം നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹം കൊണ്ടും സേവനം കൊണ്ടും അവിടെ മനസ്സിനെ കുളിർപ്പിക്കുന്നില്ല, സേവിക്കുന്നില്ലെങ്കിൽ നമ്മളെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് അതൊരു ശാപമായിരിക്കും. മാത്രമല്ല, ഇത് കണ്ടിട്ടാണ് വരും തലമുറ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോണതേ. നമ്മൾ അച്ഛനമ്മമാരോട് വളരെ കയർത്ത് സംസാരിക്കുന്നത്, അവരോട് ബഹുമാനമില്ലാതെ പെരുമാറുന്നത്, അവരോട് പുച്ഛമായിട്ട് വേണമെങ്കിൽ കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്നത്, ഇതൊക്കെ കണ്ട് ഈ കുട്ടികൾ പഠിക്കൂലേ? കൾച്ചർ കനോട്ട് ബി ടോട്ട്, ഇറ്റ് ഹാസ് ബി കോട്ട് എന്നാണ് ഗുരുദേവൻ പറയാ. സംസ്കാരം പുസ്തകം വെച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മുതിർന്നവരോട്, നമ്മുടെ മാതാപിതാക്കന്മാരോട്, നമ്മുടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ വീട്ടിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത്, ആ ടോണടക്കം കുട്ടികൾ പഠിക്കുകയും മനസ്സിലാക്കും അല്ലേ? കുട്ടികൾക്ക് സംസ്കാരം കിട്ടിക്കഴിയും. അവർ കാത്തിരിക്കുക, നമ്മൾ വലുതാകുമ്പോൾ നമ്മളോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള എഡ്യൂക്കേഷനാണ് അതുവഴി നമ്മൾ അവർക്ക് കൊടുക്കണമെന്ന് നമ്മൾ ആലോചിക്കണ്ടോ? അവരും അച്ഛനാവും, അമ്മയാവും, മുത്തശ്ശനാവും, മുത്തശ്ശിയാവും അല്ലേ? ഇത് ചക്രാണ്, സർക്കിളാണിത്. അവിടെ എത്തുമ്പോഴോ അപ്പോഴാണ് എൻ്റെ പേരക്കുട്ടികള്, എൻ്റെ മക്കള് എന്നോട് അങ്ങനെ പെരുമാറുമ്പോഴാണ് അയ്യോ ഞാൻ എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മോടും പെരുമാറിയതിന് ഞാൻ ഓർമ്മിക്കുക. ശരിയോ സത്യോ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആവരുത്. അച്ഛനും അമ്മയും മാതൃദേവോഭവ പിതൃദേവോഭവ ആദ്യമായി പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ആ മാതാപിതാക്കന്മാരാണ്. കണ്ട ദൈവം. അവരുടെ കാൽക്കൽ വീട് നമസ്കരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ സംരക്ഷിക്കണം, ഈശ്വരനെ പൂജിക്കേണ്ടത്. മനസ്സിലായോ? അഗ്നി സാക്ഷിയായി വിവാഹം കഴിച്ചു. അഗ്നി എന്തിനാ സാക്ഷിയാക്കണേ? ഇതിനെ വിളക്ക് വെച്ചിട്ടൊക്കെ ചെയ്യണേ നമ്മള്. പഞ്ചഭൂതം, പരമാത്മാ, നിർഗുണ നിരാകാരനായ പരമാത്മാവിന് പരബ്രഹ്മത്തിന് രൂപമില്ല. ആ പരമാത്മാവിൽ നിന്ന് ആകാശമാണ് ആദ്യം ഉണ്ടായ ഭൂതം. പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിന് രൂപമില്ല.
ആകാശാത് വായു, രണ്ടാമത് വായു ഉണ്ടായി. വായുവിനും രൂപമില്ല. വായോരഗ്നി. മൂന്നാമത്തെ ഭൂതം അഗ്നി. അഗ്നിയായിപ്പോ അതിനെ കാണാറായി, രൂപമായി. അതുകൊണ്ടാണ് വൈദിക കാലം മുതല്, പൗരാണിക കാലത്തല്ലേ കൃഷ്ണനും രാമനും ക്ഷേത്രങ്ങളൊക്കെ ഇട്ടു. വൈദിക കാലത്ത് ക്ഷേത്രങ്ങളൊന്നുമില്ലല്ലോ, ഇങ്ങനെയുള്ള മൂർത്തികളൊന്നുമില്ലല്ലോ. അന്നും ഈശ്വരനെ ആരാധിച്ചിരുന്നില്ലേ ഇവിടെ? എങ്ങനെയാ? അഗ്നിയെ ഈശ്വരനായി കണ്ടുകൊണ്ട്, ഈശ്വരന്റെ പ്രതിരൂപമായി കണ്ടുകൊണ്ട്, സിമ്പലായി കണ്ടുകൊണ്ട്. അങ്ങനെ ഹോമങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ അഗ്നിയിൽ ആ ദൈവത്തിന്റെ പേരിൽ ആരാധിക്കപ്പെട്ടു. ശരിയോ? അതാണ് ആ അഗ്നിയെ മുൻനിർത്തിക്കൊണ്ട്, വിളക്ക് കൊളുത്തിക്കൊണ്ട് നമ്മളെല്ലാം ചെയ്യണത്. അഗ്നി സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനെ സാക്ഷി നിർത്തിക്കൊണ്ടെന്ന് അർത്ഥം. ആ ഈശ്വരൻ നമ്മുടെ മനസ്സാക്ഷിയാണേ. മനസ്സിലെ സങ്കല്പങ്ങളെയും ചിന്തകളെയും ഇന്റൻഷനെയും മോട്ടീവിനെയും എല്ലാത്തിനെയും കണ്ടുകൊണ്ട് അതിന് സാക്ഷിയായിരിക്കുന്ന ആ സർവേശ്വരനെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. തെറ്റുപറ്റില്ല. അപ്പോ ചർച്ചിലും മോസ്കിലും പള്ളിയിലും ഗുരുദ്വാരയിലും അമ്പലത്തിലുള്ള ദൈവത്തിനെ സാക്ഷി നിർത്താൻ പറ്റില്ല നമുക്ക്. കാരണം അവരും ഇങ്ങോട്ട് വരില്ല, അവരവിടെ ഇരിക്കുള്ളൂ, അല്ലേ? പക്ഷേ അവിടെയൊക്കെ ഇരിക്കുന്ന ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അന്തര്യാമിയായി മനസാക്ഷിയായി ഓരോ വിചാരങ്ങളെയും കണ്ടുകൊണ്ടിരിക്കേണ്ട. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദയ നിൽക്കുന്നു ആ നാഥൻ. അവനെ പറ്റിക്കാനാവില്ല. അവനെ മുൻനിർത്തിക്കൊണ്ട്, ആ സർവേശ്വരനെ മുൻനിർത്തിക്കൊണ്ടേ നാം ലോകജീവിതം നയിക്കാൻ പാടുള്ളൂ. അത് അതിന്റെ പ്രതീകമാണ് അഗ്നി. ആണ് അഗ്നി സാക്ഷിയായി ഈശ്വരനെ മുൻനിർത്തി പാണിഗ്രഹണം ചെയ്തു അല്ലേ? എങ്ങനെ? മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും, ഭർത്താവിന്റെയും ഭാര്യയുടെയും സുഖത്തിലും ദുഃഖത്തിലും പരസ്പരം ഒന്നിച്ച് പങ്കുവെച്ചോളാം. നിഴല് എപ്രകാരമാണോ ബിംബത്തെ അനുഗമിക്കുന്നത്, ഇതുപോലെ ഇരുകൂട്ടരും മരണം വരെ ഒരുമിച്ച് സഹകരണത്തോടെ, സഹവർത്തിത്വത്തോടെ, ഐകമത്യത്തോടെ ജീവിച്ചോളാം എന്നൊക്കെ പ്രതിജ്ഞ ചെയ്തിട്ടാണ് പാണിഗ്രഹണ മന്ത്രം. അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചിട്ട് ആ ഭാര്യയെ നോക്കണില്ല, ഭാര്യയെ കരയിപ്പിക്കുക, സങ്കടപ്പെടുത്തുക, എന്നിട്ട് വേറെ ഭാര്യമാരുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ വേറെ ഭർത്താക്കന്മാരുടെ അടുത്ത് പോവുക എന്ന് പറഞ്ഞ മഹാപാപമല്ലേ? അതിനൊന്നും നാണില്ല എന്നവിടെ പറയണത്തം. സ്വപ്നത്തിൽ പോലും കാണുന്നില്ല എന്നാ പറഞ്ഞത് ചില ആൾക്കാര്. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചെല്ലുമ്പോൾ സജ്ജനങ്ങൾ ഇവരുടെ ഇങ്ങനെയുള്ളതായ ദുർനടപടികളും ദുഷിച്ച ജീവിതമൊക്കെ കാണുമ്പോൾ സജ്ജനങ്ങൾ അവരോട് എന്തെങ്കിലും ഗുണദോഷിക്കാൻ പോയാലോ അവരുടെ മെക്കെട്ട് കയറുക, കുർത്തിച്ചാൽ ശത്രുവിനെ പോലെ കുർത്തിച്ചുകൊണ്ടേ പാമ്പ് ചീച്ചി വരണ മാതിരി അവരെ അപമാനിക്കുക. ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാരെന്നർത്ഥം. നോക്കൂ, ഇതൊക്കെയല്ലേ ലോകം. ഈ സംസാരത്തെ വർണ്ണിക്കുകയാകുന്നു ഉദാനം ചെയ്യുന്നത്. ഈ ലോകത്തിൽ കാണുന്ന ഓരോരോ കാര്യങ്ങളും പച്ചയായി സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. വെറും വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ട് കഴിയുന്നു ആളുകൾ എന്നർത്ഥം. വയറ്റിപ്പഴപ്പാണോ ജീവിത ലക്ഷ്യം? ജീവിക്കാൻ നമുക്ക് പണം വേണം, ജീവിക്കാൻ നമുക്ക് വസ്തുക്കൾ വേണം, ജീവിക്കാൻ ജോലി വേണം, അതൊക്കെ ഉണ്ടാക്കാൻ ജോലി വേണം അല്ലേ? അപ്പോൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കുക, കർമ്മം ചെയ്യാൻ വേണ്ടി ജീവിക്കുക, ഊണ് കഴിക്കാൻ വേണ്ടി ജീവിക്കുക ആണോ? ജീവിക്കാൻ ഇതൊക്കെ വേണം. ശരിയോ? ജീവിക്കണം എന്തിനാ ജീവിക്കണേ? ജീവിക്കുന്നത് ശാന്തി, സുഖം, സമാധാനം കൈവരിക്കാൻ. അതിൻ്റെ പേരാണ് സത്യസാക്ഷാത്കാരം, ഈശ്വരപ്രാപ്തി, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ. കാരണം ഈശ്വരൻ മാത്രമാണ് ശാശ്വത ആനന്ദം സ്വരൂപമായിട്ടുള്ളവൻ. ആ ഈശ്വരനാണ് നമ്മുടെയൊക്കെ ആത്മാവായി നമ്മിലൊക്കെ സദാ ദേഹ ഇന്ദ്രിയ മനോബുദ്ധികളൊക്കെ സുസാന്നിധ്യം കൊണ്ട് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ആത്മസാക്ഷാത്കാര രൂപേണയുള്ള ഈശ്വരപ്രാപ്തി കൊണ്ടേ ശാശ്വത സുഖമുള്ളൂ എന്നർത്ഥം. ജീവസ്യ തത്വജിജ്ഞാസ. ഭാഗവതം പറയും ജീവിച്ചിരിക്കുന്നത് സത്യം അറിയാൻ വേണ്ടിയിട്ടാണ് അത്രയും അർത്ഥം. എന്താണ് സത്യം? വദന്തി തത്വവിദഃ. സത്യത്തെ അറിഞ്ഞതായ തത്വജ്ഞാനികൾ പറയണു അതിനെ ബ്രഹ്മേതി, ബ്രഹ്മമെന്ന്, പരമാത്മേതി, പരമാത്മെന്ന്, ഭഗവാൻ ഇതി, ഭഗവാൻ എന്ന്, ഭഗവതി എന്ന്, രാമനെന്ന്, കൃഷ്ണനെന്ന്, ശിവനെന്ന്, അള്ളാവെന്ന്, ക്രിസ്തുവെന്ന്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കും അവരവരുടെ സങ്കല്പത്തിനും അനുസരിച്ച് പറയുന്നു സത്യദർശികൾ. ഈ സത്യസാക്ഷാത്കാരം കൊണ്ടേ ശാശ്വത സുഖമുള്ളൂ, ശാന്തിയുള്ളൂ. ഇതൊന്നും അറിയാതെയല്ലേ ആൾക്കാരുടെ ജീവിതം? വെറും ഭോഗലാലസമായ ജീവിതം, കടമകൾ പോലും മറന്നുകൊണ്ട്, കർത്തവ്യങ്ങൾ മറന്നുകൊണ്ട്. ജനിച്ചതോടുകൂടി നമ്മളൊക്കെ കടക്കാരായി. ഓരോരുത്തർക്കും കടവുമുണ്ട്, കടമകളുമുണ്ട് എന്ന് പറയാം. ജന്മായത്തമാണ് കടം. ജന്മായത്തം എന്ന് പറഞ്ഞാലോ ജനിച്ചതോടുകൂടി വന്ന് ചേർന്നതാ. അതെന്താ? നാം ജനിച്ചതോടുകൂടി നമ്മൾ കടക്കാരായി. ആരോട്? അച്ഛനോട്, അമ്മയോട്. ജന്മം തന്ന അച്ഛനോടും അമ്മയോടും നമുക്ക് കടമുണ്ട്. മുഴുവൻ പ്രകൃതിയോടും കടമുണ്ട്.
നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന പഞ്ചഭൂതങ്ങളോട് നമുക്ക് കടമുണ്ട്. ആകാശമില്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ ഇടമില്ല, വായു ഇല്ലെങ്കിൽ ശ്വസിക്കാൻ പറ്റില്ല, അഗ്നിയില്ലെങ്കിൽ ശരീരം തണുത്ത് ഇറച്ച് ചത്തുപോകും. ജലമില്ലെങ്കിലോ നമുക്ക് ജീവനാണ് ജലമില്ലെങ്കിൽ മരിച്ചു പോകും. ഭൂമിയില്ലെങ്കിൽ ഒരു തരത്തിലുള്ളതായ ആഹാര പദാർത്ഥങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ മുഴുവൻ പ്രകൃതിയോടും നമുക്ക് കടപ്പാടുണ്ട്, ഭൂതങ്ങളോട്. അതുപോലെ നമ്മൾ സമൂഹ ജീവിയാണ്. ഒറ്റയ്ക്ക് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനാവില്ല. അനേകം ആൾക്കാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നാം ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്ന ആഹാരം, പാർപ്പിടം, സുഖസൗകര്യങ്ങൾ, ഈ കാണുന്ന ലൈറ്റ്, ഈ ഉപയോഗിക്കുന്ന മൈക്ക്, അല്ലേ, എല്ലാ സൗകര്യങ്ങളും. ഇതിനൊക്കെ എത്ര ആൾക്കാരോട് നമ്മൾ കടപ്പെട്ടിരിക്കണം, ശരിയല്ലേ? അതെ. അപ്പം ജനിച്ചതോടുകൂടി നമുക്ക് കടം വന്നുണ്ട്. ദേവന്മാരോട് കടം, ഋഷിമാരോട് കടം, പിതൃക്കളോട് കടം. അപ്പം ഇതൊക്കെ വീട്ടണ്ടേ? വേണം. പിന്നെയോ കടമകൾ കർമായത്വം എന്നാ പറയാം. കർമ്മം കൊണ്ടുണ്ടാവണതാ. അതെങ്ങനെയാ? നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഇത്രയും പേരോടൊക്കെ കടം വന്നു. ഇനി ഞാൻ കല്യാണം കഴിച്ചാൽ എനിക്ക് കടമയുണ്ട് ഭാര്യയുടെ ഇല്ലോസിനോടൊക്കെ, അല്ലേ? അതുപോലെ കുട്ടികളുണ്ടായാലോ ആ കുട്ടികളോട് കടമയുണ്ട്, അല്ലേ? അവരെ വളർത്തണം, പഠിപ്പിക്കണം, നല്ല സംസ്കാരം കൊടുത്ത് വളർത്തണം, വേണ്ടേ? നല്ല പൗരന്മാരാക്കണം. ഇതൊക്കെ കടമയാ. ഒരാൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ അതൊക്കെ വേണോ? വേണ്ട. ഇങ്ങനെ കർമ്മം കൊണ്ട് കൂട്ടുന്നതാണ് കടമകൾ. കടമോ ജനിച്ചതോടുകൂടി വന്നു ചേരുന്നതാണ്. അപ്പം ഈ കടമകളും നാം വീട്ടണം ഒരാൾ. അതാണ് ഇവിടെ പറഞ്ഞത്. അതൊന്നും ചെയ്യുന്നില്ല. അച്ഛനോടും അമ്മോടും കടയില്ലേ? അച്ഛനും അമ്മയ്ക്കും ഉണ്ണാൻ കൊടുക്കണില്ല, അവരെ സംരക്ഷിക്കണില്ല, വഴിയാധാരമാക്കുക പോലും ചെയ്യിച്ച ആൾക്കാർ. പിന്നെ വിവാഹം കഴിച്ചാൽ കടമയില്ലേ? അതാണ് അഗ്നിസാക്ഷിണിയായ ഭാര്യയെ നോക്കണില്ല എന്ന് പറഞ്ഞത്. കടമ നിർവഹിക്കണില്ല. ഇനി സജ്ജനങ്ങൾ ധർമ്മത്തെ ഉപദേശിച്ചാലോ? സജ്ജനങ്ങൾ ധർമ്മം പഠിപ്പിക്കാൻ പോയാലോ, ഉപദേശിക്കാൻ പോയാലോ? നിങ്ങളാരാ പഠിപ്പിക്കാൻ? എനിക്കെന്താ അറിയില്ല എന്ന വിചാരം. അവരെ കയർക്കുന്നു, അല്ലേ? ദുര്യോധനെ ഉപദേശിക്കാൻ പോന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ അത്രേ. പറഞ്ഞു, എന്നെ ഉപദേശിക്കൊന്നും വേണ്ട വാസുദേവ കൃഷ്ണ, എനിക്കെല്ലാം അറിയാം. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് എനിക്കറിയാം. പക്ഷേ എന്താ കാര്യം? കേവലം അറിഞ്ഞതുകൊണ്ട് ആചരണമില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? ആചരണമില്ലാത്ത ധർമ്മം അറിവുകൊണ്ട് കാര്യമില്ലല്ലോ. ആചാരപ്രഭവോ ധർമ്മ. ആചരണം കൊണ്ടാണ് ധർമ്മം വളരുന്നതും നിലനിൽക്കുന്നതും. പറഞ്ഞു, എനിക്ക് ധർമ്മം എന്താണെന്നറിയാം, പക്ഷെ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്കാവില്ല. അധർമ്മം എന്താണെന്നും എനിക്കറിയാം, പക്ഷെ അധർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും എനിക്കാവില്ല. ഇതാണ് ദുര്യോധനൻ പറഞ്ഞത്. നമുക്ക് ഇങ്ങനത്തെ അറിവുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ചില കുട്ടികൾ, ഇന്നത്തെ മോഡേൺ പഠിപ്പുള്ള കുട്ടികൾ, പല കുട്ടികളും അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പോയാ അച്ഛൻ എന്താ വേണ്ട വെച്ചാൽ പറയും, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയും. അച്ഛനേക്കാൾ വിവരം എനിക്കുണ്ട് എന്ന് വിചാരിക്കുന്ന കുട്ടികളാണ് കാലം. ശത്രുക്കളെ പോലെ കണക്കാക്കണു, നമുക്ക് നന്മ പറഞ്ഞു തരണവരെ പോലും നഷ്ടം. ഇതാണ് ലോക സ്വഭാവം. എല്ലാവരും അല്ല, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് ഭഗവത്ഗീത 16-ാമത്തെ അധ്യായത്തിൽ ചിത്രീകരിക്കുന്നുണ്ട് ആസുരന്മാര് എന്ന്. ഒരു പ്രത്യേക കാലത്ത് ജീവിച്ചിരുന്ന ഒരു പ്രത്യേക വർഗക്കാര് എന്ന് നാം ധരിക്കേണ്ട. അതൊരു സംസ്കാരമാണെന്ന്. ശരിയല്ലേ? അഹങ്കാരികളായി ആരെയും കൂട്ടാക്കാതെ എല്ലാവരെയും മക്കട്ട് കയറിക്കൊണ്ട് ദമ്പം, അഹങ്കാരം ഇത്യാദി മനോഭാവത്തോടുകൂടി ബഹിർമുഖന്മാരായി വിഷയാസക്തന്മാരായി ഒക്കെ കഴിയുന്ന ആൾക്കാരെയാണ് ആസുര സമ്പത്തോടു കൂടിയവര് ആസുരന്മാരെന്ന് പറയുന്നത്. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നീതു ചിലർ. ആരാധ്യന്മാരായ ആളുകള്, മാതാപിതാക്കന്മാർ വന്ധ്യന്മാരാണ്, ഗുരുജനങ്ങൾ വന്ധ്യന്മാരാണ്, നമ്മളെക്കാൾ അറിവുള്ളവരും നമ്മളെക്കാൾ പ്രായമുള്ളവരും വന്ധ്യന്മാരാണ്. സന്ത മഹാത്മാക്കള് നമ്മളാൽ ആരാധിക്കപ്പെടേണ്ടവരാണ്, വന്ദിക്കേണ്ടവരാണ്, അല്ലേ? ഭക്തന്മാര്, ജ്ഞാനികള്, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് സമൂഹത്തിൽ നമ്മളാൽ വന്ദിക്കപ്പെടേണ്ടവർ, ആരാധിക്കപ്പെടേണ്ടവരെന്നർത്ഥം. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാലോ അവരെ അവമാനിക്കും. ബഹുമാനിക്കില്ല എന്നല്ല, അവമാനിക്കുകയും ചെയ്യുന്നർത്ഥം. പറയും, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാണ്ടെങ്കിലും ഇരുന്നാൽ നല്ല കാര്യമെന്ന്, അതെ പഴയ ആൾക്കാർ പറയും. പക്ഷെ ഇവിടെ വന്ദിക്കില്ല എന്ന് മാത്രമല്ല, നിന്ദിക്കുകയും ചെയ്യും. ഇനി ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ ഇത് മഹാത്മാക്കളാണ്, സ്വന്തം മഹാത്മാക്കളാണ്, അവരെ പോയി നമസ്കരിക്കൂ, ഒരു അനുഗ്രഹം വാങ്ങൂ, മഹാത്മാ. എന്ത് മഹാത്മാ? വേഷം കെട്ടി നടക്കുകയെന്ന് ആൾക്കാരെ പറ്റിക്കാൻ. ഇങ്ങനെ പറയണവരോടും നിന്ദിച്ച് പറയും. മനസ്സിലായോ? നിന്ദിച്ചത്രേ പറയുന്നത് ചിലർ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഈ ലോകത്തിൽ ഉണ്ടോ?
നമുക്ക് എത്രയെങ്കിലും കാണാം നമ്മുടെ ചുറ്റുപാട്, അല്ലേ? ശരിയല്ലേ? മഹാത്മാക്കളുടെ മഹത്വം അറിയണമെങ്കിൽ അറിയണവർക്കും കുറച്ചൊക്കെ മഹത്വം വേണമല്ലോ, അല്ലാത്തവർക്ക് എങ്ങനെയാ മനസ്സിലാവുക? ആ കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വാമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. മാത്രമല്ല അവരുടെ വിചാരം എന്താ? ഞങ്ങളെ കൊണ്ടാണ് ഈ ലോകം നടക്കുന്നത് എന്നാ. ജഗത്തിന്റെ നിലനിൽപ്പ് ഞങ്ങളെ ആശ്രയിച്ചിട്ടാണ്. പോരാ, ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവുമേനിക്കൊക്കായെന്നും ചിലർ. ബ്രാഹ്മണ കുലത്തിൽ പിറന്ന പൂന്താനം ഈ ബ്രാഹ്മണനായിട്ടും സംസ്കാരശൂന്യമായി ജീവിക്കുന്ന ആൾക്കാരെ നിന്ദിക്കുക. എന്താ ചെയ്യണത്? ബ്രാഹ്മണനായതിൽ അഹങ്കരിച്ചുകൊണ്ട് ബ്രാഹ്മണധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെ ഇവരെന്താ പറയണത്? ബ്രഹ്മാവിനേക്കാളും ഞങ്ങളാണ് മേലെ കേമന്മാരെന്ന്. അർത്ഥാശക്യു വിരുദു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നീതു ചിലർ. പിന്നെ ചില ആൾക്കാരുണ്ട്, ബ്രാഹ്മണര്, വേദം പഠിച്ചവര്, അതിൻ്റെ അഹങ്കാരം, യാഗം യജ്ഞം ചെയ്തവര് എന്ന അഹങ്കാരം. ഇനി എന്തിനാ അവര് ഇതൊക്കെ ചെയ്യണതെന്ന് തന്നെയാണെങ്കിലോ, പേരിന് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടിയിട്ട് യാഗയജ്ഞാദികൾ ചെയ്യും, പണം കിട്ടാൻ വേണ്ടി യാഗയജ്ഞാദികൾ ചെയ്യും. നല്ലൊരു പരിപാടിയാണ് പണം ഉണ്ടാക്കാൻ, പിരിക്കാൻ. ഇത് യാഗം, അതിൻ്റെ പേരിൽ പിരിവ്. പിന്നെയോ നെയിം ഫെയിം, അത് കിട്ടും, അതിന് വേണ്ടിയിട്ട് യാഗങ്ങൾ ഞങ്ങൾ ചെയ്യാം. അന്ന് യാഗയജ്ഞങ്ങളുടെ കാലമാണ് കേട്ടോ പൂന്താനത്തിൻ്റെ കാലം. ഇന്നിപ്പോൾ വലിയ വലിയ പൂജകളാണ്, അല്ലേ? വലിയ വലിയ ഹവനങ്ങള്, പൂജകള്, അങ്ങനെയൊക്കെയുള്ളത് ഓർഗനൈസ് ചെയ്യുക, അല്ലേ? എന്തിനാ? ഇയാൾക്ക് വലിയ പേര് കിട്ടാൻ, പ്രശസ്തി കിട്ടാൻ, അത്രേ ഉള്ളൂ. രണ്ട് ലോകമംഗളത്തിനൊന്നും അല്ല എന്നർത്ഥം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്താ? അഹങ്കാരം കൊണ്ടുള്ള ആസുര സമ്പത്താ. പിന്നെ ഞാൻ വലിയ യാജ്ഞികനാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടാൻ വേണ്ടിയിട്ട്, നാമയജ്ഞം, നെയിം സേക്കിന് വേണ്ടിയിട്ട്, പേരിന് വേണ്ടിയിട്ട്, പേരിന് വേണ്ടിച്ച അവനവൻ്റെ പേരിന് വേണ്ടി എന്നൊരർത്ഥം. മറ്റൊന്നോ വെറും നാമമാത്രമായിട്ടേ, വിധിയാൻ വണ്ണൊന്നും അല്ലാതെ എന്നർത്ഥം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ചില ആൾക്കാരെന്നർത്ഥം. ഈ കൂട്ടരെ ഗീതയിൽ പറയണെന്താ? അനേകം ആശകള്, ആശാപാശ ശതൈർ ബദ്ധാഹ, ആശാപാശങ്ങളാൽ ബദ്ധർ, കാമക്രോധങ്ങളാർന്നവർ, മറ്റുള്ളവരോട് ക്രോധിക്കുക, ദേഷ്യപ്പെടുക, അടങ്ങാത്ത മോഹങ്ങൾ, ആഗ്രഹങ്ങളുള്ളവരാവുക, അധർമ്മത്താൽ ധനം നേടാൻ കാമഭോഗത്തിനോർപ്പവർ. ഒരുപാട് ആഗ്രഹങ്ങൾ നേടാൻ ന്യായമായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കിയതുകൊണ്ടാവില്ലല്ലോ. അപ്പൊ അന്യായേന അർത്ഥസഞ്ചയാൻ, അന്യായമായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കും. ഇതു ഞാൻ നേടി, ഇന്ന് ഞാൻ ഇത്രയൊക്കെ നേടിയിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. നേടും ഞാൻ ഈ മനോരഥം, ഇനി നാളെ ഞാൻ ഇതൊക്കെ നേടാൻ പോകുന്നുണ്ട്, ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, ഞാൻ ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്നുണ്ട്. ഇത്രയൊക്കെ ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കും. ശത്രുമാവ് ഇവനെ കൊന്നീടും മറ്റു പേരെയും. ഇനി ചില ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ എതിരാളികൾ, അവരൊക്കെ ഞാൻ ശരിയാക്കാൻ വച്ചിട്ടുണ്ട്. ശക്തൻ ഞാൻ, സുഖി ഞാൻ, സിദ്ധൻ. എന്നെ പോലെ ശക്തൻ, ബലവാൻ ഈ ലോകത്തിൽ ആരാളുള്ളത്? ഞാൻ തന്നെയാണ് സുഖി, ഞാനാണ് സിദ്ധൻ, ഞാനാണ് ഈശ്വരൻ. ഈശ്വരോഹം അഹം ഭോഗി, സിദ്ധോഹം ബലവാൻ സുഖി. ഇങ്ങനെയൊക്കെയുള്ള ഗീതാ ശ്ലോകത്തിന്റെ മലയാളമാണ് ഈ വായിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അഭിമാനമുള്ള ആൾക്കാരില്ലേ? ധനവാൻ ഞാൻ, എന്നെ പോലെ ധനമുള്ളവൻ ആരെ ഈ ലോകത്തിലുള്ളത്? കുലീനൻ ഞാൻ, എന്നെ പോലെ ആഢ്യനാരാ, മഹിമയേറിയവൻ ആരുണ്ട് എന്നോട് തുല്യവാൻ? എനിക്ക് തുല്യനായിട്ട് ലോകത്തിൽ ആരുണ്ട്? ചെയ്യും ഞാൻ ദാനയജ്ഞങ്ങൾ അജ്ഞാനാൽ ഓതും ഇങ്ങനെ. ഞാൻ വലിയ യാഗയജ്ഞങ്ങൾ ചെയ്യും, ഞാൻ ചെയ്തിട്ടുണ്ട്. നാനാമനോരഥം പൂണ്ടോർ, മനസ്സിൽ അനേകം ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ്, സ്വപ്നങ്ങളാണ്. മോഹജാലത്തിലാണ്ടവർ, മോഹത്തിൽ അജ്ഞാനത്തിൽ മുഴുകി കഴിയണവര്. കാമഭോഗങ്ങളാൽ സത്യ, ഈ വിഷയങ്ങളിൽ അത്യന്തം ആസക്തരായി കഴിയുന്നവര്. അവരുടെ സ്ഥിതി എന്താ? വീഴുന്നു നരകക്കുഴിയിലാണ് വീഴുന്നത്. വെച്ചാൽ ശാന്തിയില്ലാത്ത ജീവിതം. ഇതൊക്കെ ഉണ്ടായാലും മനസമാധാനം ഇല്ല, സ്വസ്ഥതയില്ല, ശാന്തിയില്ല. അതാണ് നരകം. ആത്മപ്രശംസകർ, അവനവനെ കുറിച്ച് കേമനായിട്ട് പറയും. എന്നെ പോലെ ആരാ ഈ ലോകത്തിലുള്ളത്? ഞാൻ വലിയ ദാനം ചെയ്യുന്നവനാണ്, ഹോമം ചെയ്യുന്നവനാണ്, യജ്ഞം ചെയ്യുന്നവനാണ്. ഇങ്ങനെയൊക്കെ അവനവനെ കുറിച്ച് പ്രശംസിച്ച് നടക്കുക. വിത്തം കൊണ്ട് ഗർവിഷ്ഠർ, ധനം ഉണ്ടായാൽ ആ ധനത്തിൽ അഹങ്കരിക്കുന്നവര്. ഉദ്ധത്, അധാർഷ്ട്യം കാണിക്കും മറ്റുള്ളവരുടെ മേലെ. ദംഭിനാൽ വിധി കൂടാതെ യജ്ഞം ചെയ്യുന്നു പേരിനായി. അതാണ് പേരിന് വേണ്ടിയിട്ട്. പേരിന് വേണ്ടിയിട്ടെന്ന അർത്ഥം വെറും പേര്, യജ്ഞം എന്ന പേര് മാത്രം, പൂജ എന്നൊരു പേര് മാത്രം, യഥാർത്ഥത്തിലൊന്നും ചെയ്യുന്നില്ല എന്ന്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ആചാര്യൻ എഴുത്ത് കാണിക്കണമെന്നർത്ഥം. ഈ പറഞ്ഞതൊക്കെ എന്താണ്?
ഇവരുടെ സ്വഭാവങ്ങളാ അഹങ്കാരങ്ങളായി. ഞാൻ ആരാ, വീമ്പ്, ദമ്പം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുന്ന ആസുര സമ്പന്നന്മാരെയാണ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. മേൽപ്പത്തൂര് പറയും വൃത്യർത്ഥം തേ യജന്തഃ, കേവലം ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് അത്രേ അവര് പൂജയും യാഗവും ഒക്കെ നടത്തുന്നത്. ത്വാമനാകർണയന്തഃ, ഗുരുവായൂരപ്പന്റെ പാതാരവിന്ദ ഭക്തി വളർത്താതെ, ഭഗവാനെ സേവിക്കാതെ, ദൃപ്ത അഹങ്കാരികള്, വിദ്യാഭിജാത്യായി, പഠിപ്പിൽ, അറിവിൽ, പാണ്ഡിത്യത്തിൽ അഹങ്കരിച്ചുകൊണ്ട് അങ്ങനെ കഴിയുന്നു എത്ര ആൾക്കാര്. ഭഗവാനെ കിമുന വിദതേ താദൃശം മാകൃതാമാം, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുതേ ഗുരുവായൂരപ്പ, എന്നെ അങ്ങനെയുള്ള ഒരാളാക്കരുതേ. വിദ്യയുടെ അഹങ്കാരം, ധനത്തിന്റെ അഹങ്കാരം, പിറന്ന കുലമഹിമയുടെ അഹങ്കാരം, ഇതൊന്നും പ്രവൃത്തിയിലുള്ള അഹങ്കാരം, ഇതൊന്നും നമുക്ക് ഉണ്ടാവരുത് എന്നാണ്. ഇതൊക്കെ ഉണ്ടായാൽ ആസുര സമ്പത്ത്, ഇതില്ലാണ്ടിരിക്കുന്ന ദൈവീ സമ്പത്ത്. നോക്കണം, ദൈവീ സമ്പത്തും ആരാണ് ദേവൻ, ആരാണ് ആസുരൻ എന്ന് പറയും. ദൈവീ സമ്പത്തും ആസുര സമ്പത്തിനെ കുറിച്ച് പറയും. ഇതിലൂടെ ഇതൊക്കെയാണ് അപ്പൊ പൂന്താൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ആസുരി സമ്പന്നന്മാരുടെ സ്വഭാവം എന്താ, ഈ രണ്ട് സമ്പത്തിന്റെയും ഗുണം അഥവാ അതിന്റെ പ്രയോജനം. ദൈവീ സമ്പത് വിമോക്ഷായ നിബദ്ധനായ ആസുരീമതാം. ദൈവീ സമ്പത്താണ് നമുക്കുള്ളതെങ്കിൽ അത് നമ്മളെ ഈശ്വരപ്രാപ്തിയിലേക്ക്, സംസാര ദുഃഖത്തിന്റെ മോചനത്തിലേക്ക്, മോക്ഷത്തിലേക്ക് നയിക്കും. ആസുരി സമ്പത്താണെങ്കിലോ നമ്മളെ ബന്ധനത്തിലാക്കി, സംസാര കുടുക്കിൽ കുടുക്കി, ഈ നരകയാതനയിൽ പെട്ടും. ഇതാണ് ഇതിന്റെ സ്വഭാവം എന്നർത്ഥം. പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാ അവർ ചെയ്യണത്, അവർ ചെയ്യുന്ന പരിപാടികളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ, മത്തേഭം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമാതുരകങ്ങൾ അതുകൊണ്ടും, അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നിതർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ടു ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. എന്തൊക്കെ ബിസിനസ്സിൽ ഏർപ്പെടണേ പണം ഉണ്ടാക്കാൻ വേണ്ടി? ധനത്തിലുള്ള ആശ വന്നാൽ, ഭോഗാശ കൂടുന്തോറും, ഭോഗവാസന കൂടുന്തോറും അതിന് പണം വേണമല്ലോ. ആ പണം ഉണ്ടാക്കാൻ വേണ്ടി പല പല ബിസിനസ്സുകൾ, പരിപാടികൾ. സ്വർണ്ണ ബിസിനസ് കാണുന്നില്ലേ, ദിവസം 1.5 കിലോ കൊണ്ടുവന്നു പിടിച്ചു. ഇന്ന് ദിവസം ഈയിടെയായിട്ട് നമ്മൾ കാണുന്നത് എന്താ, സ്വർണ്ണക്കടത്ത് പിടിച്ചു അല്ലേ, കള്ള ലോട്ടറി ടിക്കറ്റ് ഉണ്ടാക്കി പിടിച്ചു. ലോട്ടറി ടിക്കറ്റ് അത് കള്ള വ്യാജം ഉണ്ടാക്കിയിട്ട് വെക്കുക, പൈസ ഉണ്ടാക്കാനുള്ള പരിപാടികൾ അല്ലേ. അന്ന് ഓരോ പരിപാടികൾ, ഇന്ന് മോഡേൺ പരിപാടികളാണ്. കൊളപ്പണം പിടിച്ചു, കള്ളനോട്ടടി പിടിച്ചു, വ്യാപാരം പിടിച്ചു അല്ലേ. നിറച്ച് കേൾക്കണില്ലേ? മനുഷ്യന്റെ ആഗ്രഹങ്ങൾ മൂക്കുമ്പോ അത് ന്യായവും ധാർമ്മികവുമായ മാർഗത്തിലൂടെ നേടാൻ പറ്റാണ്ടാവുമ്പോ അന്യായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാൻ നോക്കും. ന്യായമായിട്ടും അന്യായമായിട്ടും. സ്വർണ്ണ വ്യാപാരം, രത്നവ്യാപാരം, കള്ളക്കടത്ത്, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, മത്തേഭം കൊണ്ട് ആനക്കച്ചവടം, കുതിരക്കച്ചവടം. ഇതൊക്കെ പണ്ടത്തെ പൂന്താൻ തിരുമേനയുടെ ഒരു 400 വർഷം മുമ്പുള്ളതാ. ആനക്കച്ചവടം, കുതിരക്കച്ചവടമൊക്കെ. ഇന്നിപ്പോൾ അതിന് പകരം ഷെയർ മാർക്കറ്റ് അല്ലേ, റിയൽ എസ്റ്റേറ്റ്. ഇന്നൊക്കെ മോഡേൺ ടൈമിൽ മോഡേൺ കാര്യങ്ങൾ പറയേണ്ടി വരും നത്തം. അത് മനസ്സിലാക്കാം നമുക്ക് അല്ലേ. ഇങ്ങനെ ഓരോന്നിലും ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്, ഇങ്ങനെ എന്തൊക്കെയെന്ന് അല്ലേ. ബ്ലേഡ് കമ്പനി, അമിത പലിശയ്ക്ക് പൈസ കൊടുത്ത് ആൾക്കാരെ ആക്കുക. ഇന്നിപ്പോ പണം ഉണ്ടാക്കാൻ ആൾക്കാർ ഓരോന്നല്ലേ ചെയ്യണേ. അന്നത്തെ സമ്പ്രദായം അങ്ങനെ. കച്ചവടം, അതുപോലെ കപ്പൽ കച്ചവടം, കപ്പലിൽ സാധനങ്ങൾ കയറ്റി അയച്ച് പല രാജ്യങ്ങളൊന്നും ഉണ്ട് അതൊക്കെ, കപ്പൽ മുതലാളികൾ. അങ്ങനെ എത്ര നേടുന്നിതർത്ഥം ശിവശിവ ഭഗവാനെ. എത്ര ഉണ്ടാക്കിയത്, എത്ര ഉണ്ടാക്കണേ, ഇനിയും മതി വന്നിട്ടില്ല അർത്ഥം. എങ്ങനെ? ഈ പണത്തിലുള്ള മോഹം കൊണ്ട് വൃത്തികെട്ടേ, അവനവന്റെ കുലത്തിനോ അവനവന്റെ മഹത്വത്തിനോ ചേരാത്ത വഴിയിൽ പോണു, ചേരാത്ത മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാൻ പോണു. അത് പാടുവോ? കുലധർമ്മത്തെ കളഞ്ഞു വിളിച്ചിട്ട് പാടില്ല എന്നർത്ഥം. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, എന്ത് വൃത്തികെട്ട മാർഗത്തിലൂടെ ആയാലും. വൃത്തിയും കെട്ട് ധൂർത്തരായപ്പോഴും, ധൂർത്തന്മാരുടെ കൂടെ ഒക്കെ ധൂർത്തടിച്ചുകൊണ്ട് അർത്ഥത്തെ കൊതിച്ച് എത്ര നശിക്കുന്നു. ഇങ്ങനെ ഒരുപാട് അർത്ഥം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് നന്നാവണോ? പല ആൾക്കാരും ആ പണം കൊണ്ട് ധൂർത്തടിച്ച് നശിക്കുക. പണത്തിന്റെ പിന്നാലെ മദ്യപാനം, ഭോഗം, മറ്റു പല 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 വേണ്ട സ്വഭാവങ്ങൾ, ഇതൊക്കെ വരികയില്ലേ. കലിയുടെ ഇരിപ്പണ ഈ ധനം.